നമസ്കാരം, ഞാൻ സന്തോഷ് രാജശേഖരൻ. ഡെയിലി ന്യൂസ് അറിയേണ്ട വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കാൻ പദ്ധതിയിട്ട 3 പേരെ അറസ്റ്റ് ചെയ്തു. രഹസ്യവിവരം കിട്ടിയതനുസരിച്ച് ബീഹാറിൽ നിന്നായിരുന്നു അറസ്റ്റ്. അമൻ തിവാരി എന്നയാളാണ് ഇതിലൊരാൾ. പ്രതികൾ CIA സമീപിച്ചെന്നും റിപ്പോർട്ടുണ്ട്. ഇവരുടെ പക്കൽ നിന്നും ലാപ്ടോപ്പുകളും മറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. വീട്ടിൽ നിന്ന് അനധികൃത പണം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ അലഹബാദ് ഹൈക്കോടതി ജഡ്ജി യശ്വന്ത് വർമ്മ രാജിവെച്ചു. ഇംപീച്ച്മെന്റ് നടപടി ശക്തമാകുന്നതിനിടെയാണ് യശ്വന്ത് വർമ്മയുടെ രാജി. വൻ പദ്ധതികളുമായി BJP പ്രകടന പത്രിക ബംഗാളിൽ. സ്ത്രീകൾക്ക് പ്രതിമാസം 3000 രൂപ, 33.1% സംവരണം യാഥാർത്ഥ്യമാക്കും. കേന്ദ്ര പദ്ധതികളെല്ലാം ബംഗാളിൽ നടപ്പിലാക്കുമെന്ന് BJP പ്രഖ്യാപിച്ചു. സംവിധായകൻ രഞ്ജിത്തിന് ഉപാധികളോടെ ജാമ്യം. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യ ഉത്തരവ് നൽകിയത്. രഞ്ജിത്ത് അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. പാലക്കാട് കടമ്പഴിപ്പുറത്തു നിന്ന് 4 ദിവസം മുമ്പ് കാണാതായ ശ്രീനന്ദയുടെ മൃതദേഹം ചിക്കമഗളൂരിൽ 1500 അടി താഴ്ചയിൽ കണ്ടെത്തി. വിനോദയാത്രക്കിടെയാണ് 14-കാരി ശ്രീനന്ദ വെള്ളച്ചാട്ടത്തിൽ വീണത്. വർഗവഞ്ചകനും ചതിയനുമായ സുധാകരൻ ഇനി പാർട്ടിയെ ആക്രമിച്ചാൽ സുധാകരന്റെ കാര്യങ്ങൾ ഒന്നൊന്നായി വെളിപ്പെടുത്തുമെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. മെത്രാൻമാർ രാഷ്ട്രീയം പറഞ്ഞാൽ രാഷ്ട്രീയമായി നേരിടുമെന്ന് PC ജോർജ്. ദീപിക പോലെ നാണം കെട്ട ഒരു പത്രമുണ്ടോ? എന്ത് കിട്ടിയിട്ടാണ് ഈ മെത്രാൻമാർ UDFന് വോട്ട് ചെയ്യണമെന്ന് പറയുന്നതെന്നും PC ജോർജ് ചോദിച്ചു. കശുവണ്ടി അഴിമതി കേസിൽ കോടതി അലക്ഷ്യ നടപടികൾ നിലനിൽക്കുമെന്ന് ഹൈക്കോടതി. പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. വ്യവസായ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ് മെയ് 18-ന് കോടതിയിലെത്തണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. നേമത്ത് കോടാനുകോടി പണം മുടക്കിയിരിക്കുകയാണ് BJP എന്ന് CPM നേതാവ് V ശിവൻകുട്ടി. BJP കോൺഗ്രസ് ഡീലാണെന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിൽ ആക്രമണമെന്ന റിപ്പോർട്ട്. കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ച മഹാദേവ ഗ്രാമത്തിലെ പുരുഷോത്തമന്റെ കാർ കത്തിച്ചു. വീടിന്റെ ജനാലകൾ അടിച്ചു തകർത്തു. CPM ആണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. എറണാകുളത്തും വാഴക്കുളത്ത് വീടിന് നേരെ LDF പ്രവർത്തകർ കല്ലെറിഞ്ഞതായി പരാതി. CCTV ദൃശ്യങ്ങൾ കാട്ടി റിജോ എന്നയാൾ പോലീസിൽ പരാതി നൽകി. ഫ്ലക്സ് വയ്ക്കാൻ വിസമ്മതിച്ചതാണ് പ്രകോപനത്തിന് കാരണമെന്ന് പറയപ്പെടുന്നു. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഡൽഹിയിൽ ചേരുന്നു. പശ്ചിമബംഗാൾ തെരഞ്ഞെടുപ്പും കേന്ദ്ര വനിതാ സംവരണ ബില്ലും ചർച്ച ചെയ്യും. അറിയേണ്ട വാർത്തകളുമായി അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കാണാം. നമസ്കാരം.